അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തെ യഥാർത്ഥമായ നിലയ്ക്ക് അറിയാനും ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കാനുമുള്ള തൗഫീഖ് നമുക്കോരോരുത്തർക്കും നൽകി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്ന കാര്യം, നമ്മൾ കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നുവല്ലോ, ഹദീസുൽ ഇഫ്ക് അഥവാ ദുരാരോപണ സംഭവം. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞ് പരത്തിയ ആളുകളുടെ ഗൗരവം എത്രത്തോളം അവർക്ക് ശിക്ഷയുടെ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതീർണമാവുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നെല്ലാം വിശദമായി തന്നെ ഇതിനകം നമ്മൾ മനസ്സിലാക്കുകയുമുണ്ടായി. ഈ ആയത്തിൽ പറയുന്ന വിഷയം അഥവാ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ളതാണ്. അതായത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകളാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ. ആ മകളെ സംബന്ധിച്ചാണല്ലോ വലിയ വിധത്തിലുള്ള ഈ ദുരാരോപണം ശത്രുക്കൾ പറഞ്ഞു പരത്തുകയും അതിൽ വിശ്വാസികളായ ആളുകളും അബദ്ധത്തിൽ വീണുപോവുകയും ചെയ്തത്. ആ കൂട്ടത്തിൽ ആ ദുരാരോപണത്തിൽ മറ്റുള്ളവരുടേതായ പ്രചരണത്തിൻ്റെ വലയത്തിൽപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങളിൽ നിന്നും വിരലിലെണ്ണാവുന്ന ചില ആളുകളും അതിൽ ഉൾപ്പെടുകയുണ്ടായി എന്ന് ആ സംഭവം വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എൻ്റെ മാന്യരായ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. യഹൂദികളും മുനാഫിക്കുകളുമൊക്കെ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചതിൻ്റെ പുറമെ വിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് 2-3 ആളുകൾ അതിൽ പെട്ടുപോയിരുന്നു അബദ്ധത്തിൽ. അതിൽ ഒരാളായിരുന്നു മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ആ വിധത്തിലുള്ള അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ കാര്യത്തിൽ ആ കൂട്ടത്തിൽ മിസ്തഹ് ഇബ്നു അസാസ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബവും കൂടിയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത കുടുംബമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഹിജറ വന്ന മുഹാജിറുകളിൽപ്പെട്ട ഒരു വ്യക്തിത്വവുമാണ്. മുഹാജിരീങ്ങളിൽപ്പെട്ടയാളുമായിരുന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹു. തന്നെയുമല്ല, അദ്ദേഹം പരമ ദരിദ്രനുമായിരുന്നു, മിസ്കീനായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബബന്ധമുള്ള ആള് എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നൽകുന്ന സാമ്പത്തികമായ സഹായങ്ങളുടെ തണലിലായിരുന്നു മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ രക്തബന്ധുവാണ്, അടുത്ത ബന്ധുവാണ് എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ നിരന്തരം സഹായിച്ചുകൊണ്ടേ വന്നിരുന്നു. ഈ വിവരം, ഈ വിഷയത്തിൽ മിസ്തഹ് കക്ഷി ചേർന്നിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന പിതാവിന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ നൊന്തു, വേദനിച്ചു. ആ വേദന സ്വാഭാവികവുമാണല്ലോ. താൻ തൻ്റെ ബന്ധു എന്ന നിലക്ക്, ഒരു പാവപ്പെട്ട വ്യക്തി എന്ന നിലക്കുമൊക്കെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ തന്നെ കുടുംബക്കാരനായ ഒരു വ്യക്തി
പരിശുദ്ധയായ തൻ്റെ മകളെ സംബന്ധിച്ച് അപകീർത്തി പ്രചരിപ്പിക്കുന്നവരുടെ ചതിയിൽ കുടുങ്ങിയിട്ട് അവരും അത് ഏറ്റെടുത്തു എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പിതൃസഹജമായ ഒരു വികാരം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനും ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഈ വിഷയം അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഒരു സത്യം ചെയ്തു, ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചു, ഇതുവരെയായി മിസ്തഹിന് ഞാൻ കൊടുത്തിരുന്ന സകല സാമ്പത്തികമായ ആനുകൂല്യങ്ങളും ഇനി ഒരണ പൈസ പോലും ഇനി ഞാൻ മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ നൽകുകയേയില്ല എന്ന് പറഞ്ഞ് മിസ്തഹിന് നൽകിയിരുന്ന സാമ്പത്തികമായ സഹായം ഇതാ ഇവിടം മുതൽ ഇന്ന് മുതൽ അത് പിൻവലിക്കുകയാണ്, ഇനി കൊടുക്കുകയേയില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ഈ സമയത്താണ് ഈ വചനം അവതരിക്കുന്നത്. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം നമുക്ക് ആദ്യം പരിശോധിക്കാം, എന്നിട്ട് വിശദ വിവരത്തിലേക്ക് കടക്കാം. അള്ളാഹു പറയാണ്, വലാ യഅ്തലി, സത്യം ചെയ്തു പറയരുത്, സത്യം ചെയ്യരുത്. ഇഅ്തലാ യഅ്തലി, വലാ യഅ്തലി, സത്യം ചെയ്യരുത്. ആര്? ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ശ്രേഷ്ഠവാന്മാർ. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉലുൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുള്ള വ്യക്തി എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്നും ശ്രേഷ്ഠവാന്മാരായ ആളുകൾ, ശ്രേഷ്ഠതയുള്ളവർ സത്യം ചെയ്യരുത്. അതുപോലെ തന്നെ വസ്സഅതി, കഴിവും നിവൃത്തിയും പ്രാപ്തിയുമൊക്കെയുള്ളവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആ വിഷയത്തിൽ അന്ന് കഴിവുണ്ട്, സാമ്പത്തികമായി നിവൃത്തിയും ശേഷിയും ഒക്കെയുണ്ട്. അതാണ് സഅത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്. ഒരാളുടെ സാമ്പത്തികമായൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവും വിശാലത, അതാണ് സഅത്ത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ശ്രേഷ്ഠവാന്മാരായ ആളുകൾ സത്യം ചെയ്യരുത്. വസ്സഅതി, കഴിവും നിവൃത്തിയുമുള്ളവരും സത്യം ചെയ്യരുത്. എന്ത്? അയ്യുതൂ, കൊടുക്കുന്നതിന് സത്യം ചെയ്യരുത്. അയ്യുതൂ, അവർ കൊടുക്കുന്നതിന്. ആർക്ക് കൊടുക്കുന്നതിന്? ഉലിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്. ഉലിൽ ഖുർബ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ എന്നാണ് അർത്ഥം. അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കൂലാന്ന് ഇനി സത്യം ചെയ്ത് പറയരുത്. അതുപോലെ തന്നെ വൽ മസാകീന, ദരിദ്രന്മാർക്കും അഗതികൾക്കും അടുത്ത ബന്ധുക്കൾക്കും, വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ വന്നിട്ടുള്ള മുഹാജിറുകളായ ആളുകൾക്കും ഇനി മുതൽ ഒന്നും നൽകുകയില്ല എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവും നിവൃത്തിയും ശ്രേഷ്ഠതയുമുള്ള ആളുകൾ സത്യം ചെയ്യരുത്. എന്നിട്ട് അല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നു, വൽ യഅഫൂ, അവർ മാപ്പ് നൽകട്ടെ. അഫാ യഅഫൂ, വൽ യഅഫൂ, അവർ മാപ്പ് നൽകട്ടെ. വൽ യസ്ഫഹൂ, അവർ വിട്ടുവീഴ്ചയും ചെയ്യട്ടെ. സഫഹ യസ്ഫഹു, വൽ യസ്ഫഹൂ, അവർ വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കട്ടെ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അലാ തുഹിബ്ബൂന, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അഹബ്ബ യുഹിബ്ബു, തുഹിബ്ബു, തുഹിബ്ബൂന, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? എന്തിന്? അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറുൻ, ഏറെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. സന്ദർഭം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. മിസ്തഹിന് ഇതുവരെ നൽകിയിരുന്ന, മിസ്തഹിനെ കുറിച്ചാണ് ഇവിടെ ഉലുൽ ഖുർബ, അദ്ദേഹം ബന്ധുവാണ്. വകാന ഇബ്നു ഖാലത്തി അബീ ബക്കറിൻ, ബന്ധുവാണ് അദ്ദേഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. മുഹാജിറായി വന്ന, ഹിജറ വന്ന മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിത്വവുമാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം പരമദരിദ്രനുമാണ്. ഈ മിസ്തഹ് അദ്ദേഹം എങ്ങനെയോ മറ്റുള്ളവരുടെ പ്രചരണത്തിൽ പെട്ട്
ആ ചതിയിൽ പെട്ടുപോയതാണ്. അതിന് അദ്ദേഹത്തിന് എന്താണോ ഭൗതികമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത് അത് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങൾ ഇതാ നിർത്തൽ ചെയ്യുന്നു, ഇനി ഒരിക്കലും ഞാൻ അയാൾക്കത് കൊടുക്കൂല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശപഥം ചെയ്ത് സത്യം ചെയ്ത് പറഞ്ഞപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളിലെ ശ്രേഷ്ഠവാന്മാർ കഴിവും നിവൃത്തിയുമുള്ളവർ അടുത്ത ബന്ധുക്കൾക്കും അഗതികൾക്കും അതുപോലെ തന്നെ മുഹാജിറുകൾക്കുമൊക്കെ നൽകി വന്നിരുന്നത് ഇനി നൽകുകയില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയരുത്.